മാന്യ സരസിന് അമ്മ ഹായ് ഗായ്സ്, ഹായ് ഗായ്സ്, ഹായ് ഗായ്സ്. പോടാ, ചളവായിപ്പോയോ? നിർത്തി പോടാ. അപ്പോ ഹായ് ഗായ്സ്, ഞാൻ ലോങ് വീഡിയോ ചെയ്തിട്ട് കുറേ നാളായില്ലേ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഫീൽഡ് ട്രിപ്പ് പോവാണ്. അപ്പോൾ ഇന്നൊരു ചെറിയ ലോങ് വീഡിയോ, ഇന്നൊരു ലോങ് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. രാവിലെ എണീറ്റോണ്ട് കണ്ണൊക്കെ വാസുവേട്ടനെ പോലെ. ഇതെങ്ങനെയുണ്ട് എസ്തറ്റിക് ആയിട്ടുള്ള? ഇത് പോകുന്ന വഴിക്ക് മുടങ്ങാൻ ഉള്ള ഞം ഞം. രാവിലെ ഫുഡ് കഴിക്കാതെ വിടില്ലാന്ന് പോരാളി പറഞ്ഞു. സോ ദോശയും സമ്മതിച്ചു. ഇനിയും ഇവിടെ നിന്ന് വീഡിയോ എടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ അവരെല്ലാം എന്നെ കളഞ്ഞിട്ടങ്ങ് പോവും. അപ്പം പോയിട്ട് വരാം. പള്ളിപ്പെരുന്നാളിന് മിന്നുന്ന പോലെ ബസ്സൊക്കെ ഇവിടെ സെറ്റായി നിൽപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി ആസനസ്ഥരായി. ഇത് എങ്ങനത്തെ ജന്തുവാണ്? ബക്ക 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 ബക്ക. മാന്യ സരസിന് അമ്മ ഇങ്ങനെ ഒരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇതിനെ നീ ഇപ്പൊ ഉണ്ടാക്കിയതാണോ? ഹായ് ഗൈസ്, ഞങ്ങളിപ്പോൾ കഴിക്കാൻ വന്നിരിക്കുകയാണ്. എവിടെയാണെന്ന് പറയൂ. അങ്ങനെ ഒരു 2 മണിക്കൂർ ട്രാവലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. രാവിലെ തന്നെ നല്ല ഫുഡായിരുന്നു. നീ എവിടെന്നാണ് വന്ന മരഭൂതമേ? ഈ വെള്ളച്ചാട്ടത്തിന്റെ സ്ലിപ്പ് പോയെന്ന് പറഞ്ഞതുകൊണ്ട് അതെ അവിടെ നിൽക്കുന്നുണ്ട് ആൻസറിനുള്ള കുഞ്ഞുങ്ങൾ. അതെ, ഇതാണ് ഞങ്ങളുടെ ഒരു ഹായ് പറയൂ. ക്യാമറമാനോ? അതെ, ക്യാമറമാനോടൊപ്പം എങ്ക പാത്താലും നീ പാറുട്ടി മെങ്ങടാ മറപ്പറേക്ക് പറ്റില്ല. വെള്ളം ചൂടാക്കണം. ഇവിടെ പറഞ്ഞ വെള്ളം ചൂടാവോ? പോയി തീ പിടിപ്പിക്കും. നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തി ഗൈസ്. അതെ, വെയിലടിച്ചോണ്ട് ഗ്ലോ ചെയ്യുന്നു. കൊട്ട വെയിലാണ്. അതെ, കൊട്ട വെയില്. തണുപ്പാണെന്ന് പറഞ്ഞു വന്ന സ്ഥലത്തെല്ലാം കൊട്ട വെയില്. മഞ്ഞത്ത് അതെ, ചെവിയൊക്കെ അടയുന്നു. ഗൈസ്, എന്തൊക്കെയാണ് നിങ്ങൾ മേടിക്കുന്നെന്ന് പറയൂ. ഗൈസ്, തൊപ്പി മേടിച്ചു. തൊപ്പി കാണിക്കേ. തൊപ്പി എന്റെ തൊപ്പി കണ്ട് ഇൻസ്പയർഡ് ആയി എല്ലാവരും തൊപ്പി മേടിക്കുന്നു. എന്ത് ചെയ്യാനല്ലേ? തിമിരത്തിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു ജോസ്. ഇവിടെ അടുത്തവനും തിമിരത്തിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. എന്നിട്ട് വാഗമൺ വിസിറ്റ് ചെയ്യാൻ വന്നു അല്ലേ? എങ്ങനെയുണ്ട് ഓപ്പറേഷൻ? ഭയങ്കര വെയിലാണ്, പക്ഷെ ഞാനുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇതൊക്കെ എന്ത് തൊപ്പി ഗേൾസ് ഭയങ്കര ഇല്ല, കുറച്ച് ഇപ്പം തിന്നു കഴിയുമ്പോ പൊക്കോളൂ. വാഗമണില് വന്നിട്ട് മഞ്ഞുമില്ല, ഒരു തേങ്ങയില്ല, കൊട്ടവി. ഗൈസ്, നമ്മൾ എവിടെ പോവാ? പൈൻ ഉണ്ണിയമ്മേ ഞാൻ പിടിച്ചു. പൈൻ ഫോറസ്റ്റിൽ എത്തിയിരിക്കുന്നു. ഈ പൈൻ ഫോറസ്റ്റ് ഇത് മാത്രമേ ഉള്ളൂ? ഒരു നെരുങ്ങി പോണ സ്ഥലം ഉണ്ടല്ലോ. ഐ സീ ഗൈസ്, നമ്മളിപ്പോ പൈൻ ഫോറസ്റ്റിലാണ്. അതെ, ഇവിടെ കുറേ ആളുകളും അതെ കുറേ പൈനുകളും ഉണ്ട്. അതുകൊണ്ടാണ് പൈൻ ഫോറസ്റ്റ്. പൈനുകൾ. അതെ, പിന്നെ ജിജൻ സാർ. അതെ സാർ ഹായ്. സാർ ഒരു ഹായ് പറയൂ. ഓക്കെ. പിന്നെ താഴെ ഒരു പച്ച കോക്കാച്ചി നിൽപ്പുണ്ട്. അതെ, ആ കോക്കാച്ചിയുടെ തലയിൽ ഒരു തേക്കാച്ചി ഉണ്ടായിരുന്നല്ലോ, അത് ഊരി കളഞ്ഞു. ദേവ ഹായ് പറയൂ. ഇപ്പൊ പരലോകത്തെത്തിയത്, അവസാനത്തെ വ്ലോഗ് ആയത്. ഹായ് പറ. ഹായ് ഹായ് പറയൂ. പറയണം. ഫോട്ടോ എടുക്കുന്നു. അടിപൊളിയാണ് ഇവിടെ. ഇവിടെ നമ്മൾ 500 രൂപ കൊടുത്ത് ടിക്കറ്റ് കൊടുത്തിട്ടാണ് ഇവിടെ പെർമിഷൻ എടുത്തിട്ടുള്ളത്.
ഈ ചേച്ചിയുടെ പേര് അത് കൊണ്ടുപോലേ ആരാടോ തന്റെ ചേച്ചി മാറി നിൽക്കണ മീനമ്മായി ഐശ്വര്യമ്മായി ദേവൻ മാമൻ. വിന്യമ്മായി ഐശ്വര്യമ്മായി ഇരിക്കുകയാണ് ഗായ്സ്. സന്ധി വേദന എന്നാണ് വിന്യമ്മായി പറഞ്ഞത്. സത്യമാണോ എന്ന് അറിയത്തില്ല, ചിലപ്പോ ആയിരിക്കും. അതാണല്ലോ ഇരുന്നത്. ഇതാണ് ഗൈസ് വിന്നി അമ്മായി. ഇവനാണ് ഇതിനകത്ത് ഏറ്റവും വലിയ അമ്മാവൻ. അതെ, ഞാൻ ഏറ്റവും ചെറുപ്പക്കാരനായ യുവാവ്. കണ്ടാലും പറയും ഏലിയന്റെ കണ്ണാടി വെച്ച് വന്നേക്കും. ഈ ചിഹ്നത്തിൽ 52 തികയും. അതെ, അതെ അല്ല, തിരിച്ചിട്ടാണോ 25? എന്റെ ഐഡിയ വെച്ച് ഞാൻ ഇല്ലാത്തപ്പോ വീഡിയോ കുഴപ്പമില്ല. അന്ന ഞം കൊണ്ടുവന്നത് കാണിക്കും. അതെ, ഓടുന്നൊരു ബേക്കറി, സഞ്ചരിക്കുന്ന ബേക്കറി അരമണിക്കൂർ വ്ളോഗ് എടുത്തിട്ട് വീഡിയോ ഓണാക്കാൻ മറന്നുപോയി ഗൈസ്. നടന്ന് ക്ഷീണിച്ച്. അയ്യോ, ഫുഡ് വേണം ഗൈസ്, അല്ലെങ്കിൽ നടക്കാൻ എനർജി ഇല്ല. നടക്കാൻ വയ്യ ഗൈസ്, ചത്തു. നല്ല രസമുണ്ട് ഇങ്ങനെ കാണാൻ. ഈ മരത്തിൽ നിറഞ്ഞ് ഇതെടുക്കായിരുന്നു. 2, 3 സ്റ്റാർട്ട്. നിന്നെ കുറിച്ച് നീ തന്നെ പൊക്കി പറ. ഞാനൊരു സുന്ദരനും സുമുഖനുമായ ഒരു യുവാവാണ്. സുന്ദരമായ യുവതികളുണ്ടെങ്കിൽ ഫോൺ നമ്പർ പറ, താഴെ കൊടുത്തേക്കാം. നോ ഇൻസ്റ്റാഗ്രാം, ഓൺലി വാട്സ്ആപ്പ് അക്കൗണ്ട്. നമ്പർ ഞാൻ തരാം. ഉള്ളവിടെ ചോദിച്ചാൽ മതി. വെള്ളയിൽ എന്റെ നമ്പറും ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഗൈസ്. അതെ, ഓക്കെ. തേങ്ങല്ലിക്കാം. ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത്. തേങ്ങല്ലിക്ക് കഴിച്ചു കാണിക്കും. തീർന്നു. അലീഷ മോൾ നമുക്ക് പൈനാപ്പിൾ മുളകിലിട്ടത് മേടിച്ചു തരുന്നു. മുളകിട്ട പൈനാപ്പിൾ. അങ്ങനെ ഞങ്ങൾ പൈൻ ഫോറസ്റ്റിൽ ഇറങ്ങി അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകാൻ വേണ്ടി തിരിച്ച് നടക്കുകയാണ്. മൊട്ടക്കൊന്ന് സഞ്ചാരം എപ്പിസോഡ് നമ്പർ 3. ഇതിന്റെ മുകളിൽ വലിഞ്ഞു കയറുന്ന കാര്യം ആലോചിച്ചിട്ട് എനിക്ക് വയ്യ. ഇങ്ങനെ കീറും, ഭയങ്കര പാടാ. മൊട്ടക്കുന്നിൽ കയറുന്നതിന്റെ അഭിപ്രായം പറയൂ. ഒന്നും പറയാനില്ല, നോ കമന്റ്സ്. ഇതിനാണോടി നീ വന്നത്? വീട്ടിൽ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് സ്റ്റാമിന വളരെ കുറവാണ്. ചോറ് തിന്നാലും സ്റ്റാമിന വരുള്ളൂ. അതെ, ബാക്കിൽ ആളുണ്ട്. അതാരാ? അതാരടി? കാണാൻ വയ്യ, നീയായിരുന്നു. നമ്മുടെ മനുഷ്യന് നടക്കാൻ വയ്യ, എപ്പോഴും ഇവിടുമാർ ഓടുന്നത്. പക്ഷേ ഈ ഒരു വഴി നല്ല രസമുണ്ട്, ഇങ്ങനെ ആകാശത്തോട്ട് പോകുന്ന പോലെ ഉണ്ട്. മൊട്ടക്കുന്നിലേക്ക് കയറി പോകുന്നതിന്റെ കൂട്ടുകാരാണ് ഗൈസ്. ഹായ് ഗായ്സ്. മൊട്ടക്കുന്നിൽ കയറാൻ വയ്യാതെ 2 മുട്ടകൾ, അല്ല 3 മുട്ടകൾ. അതാ, ഇതാണ് മൊട്ടക്കുന്ന്. പക്ഷെ കയറി കഴിഞ്ഞാൽ ചേച്ചിമാർക്ക് പേടിയായോണ്ട് ഞാൻ ഇവർക്ക് അയ്യോ, ഈ മാമന് പേടിയായോണ്ട് ഞങ്ങൾ അവിടെ നിൽക്കുന്നു. അപ്പൊ നിങ്ങൾ ഇനി ഇവിടെ വരുമ്പോ ഇവിടം വരെ വരാം, മുകളിലോട്ട് കയറില്ല. ഇറ്റ്സ് ഹൈലി ഡേഞ്ചറസ്. തിങ്ക് വൈസ്ലി. ആരോഗ്യമുള്ളവർക്ക് മേളിൽ കയറാം, ഞങ്ങളെ പോലെ ആരോഗ്യമില്ലാത്തവർക്ക് ഇവിടെ വായി നോക്കി. ആ പ്രായത്തിലുള്ളവർക്ക് പറ്റും, ചേച്ചിമാർക്ക് പറ്റൂല. എന്നാ മാമൻ എന്ത് കയറി കാണിച്ചേ? Oh God! You again? വീണ്ടും നിങ്ങളോ? അവസാനം ഞങ്ങൾ മൊട്ടക്കുന്നിൽ കയറുകയാണ് ഗൈസ്. അതെ, കയറുകയാണ്. ഇഷ്ടപ്പെട്ട് മടുത്ത്. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലം അറിയില്ല. മൊട്ടക്കുന്ന് ഇത് തങ്ങൾപ്പാറയാണ്. എങ്ങനെ ഇരിക്കണം? തങ്ങൾപ്പാറയാ. ആണോ? അയ്യോ, ഇത്ര നേരം മൊട്ടക്കുന്ന് പറഞ്ഞോണ്ടിരുന്നേ. എന്തു അയ്യോ, എവിടെ പോവാ? നമ്മൾ മൊട്ടക്കുന്നിൽ തങ്ങൾപ്പാറയിലെത്തി ഗൈസ്. നോക്കൂ ഗൈസ്, ഞങ്ങൾ വെയിലിന്റെ ഇടയ്ക്ക് കുറച്ചെങ്കിലും കോട കണ്ടു. ഭാഗമായിട്ടുണ്ട്. റിയലി അമേസിങ്. ഗൈസ്, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിക്കാൻ വന്നാ സുടിസിടി ബിരിയാണി ഗൈസ്. വായിക്കൂടെ വെള്ളം വരുന്നത്. കണ്ടന്റിനാണെങ്കിൽ നല്ല പയ്യെ കഴിക്കണം.
ഹായ് ഗൈസ്, ഇപ്പോഴാണ് നമ്മൾ ശരിക്കും മൊട്ടക്കുന്നിലെത്തിയത്. അതെ അതെ അതെ. നമ്മൾ ഇപ്പോഴാണ് ഇപ്പോഴാണ് വെളിച്ചം വന്നത് കാര്യം. അല്ല, ഇപ്പോഴാണ് ശരിക്കും മൊട്ടക്കുന്നിലെത്തിയത്. ഇത്ര നേരം മൊട്ടക്കുന്ന് എന്ന് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. തങ്ങളുമാറിയായിരുന്നു ഗൈസ് ഞങ്ങൾ നേരത്തെ പോയത്. മൊട്ടക്കുന്നെത്തിയത്. വെളിവില്ലാത്ത കുറച്ച് പിള്ളേരെ കൊണ്ടിങ്ങനെ ടൂറൊക്കെ പോയി ഇങ്ങനെ ഇരിക്കും. നല്ല ഭംഗിയുണ്ടല്ലേ? ഈ കാണുന്ന ഭംഗി ഫോണിൽ കിട്ടുന്നില്ല. ഗൈസ്, നിരന്നിരിക്കുന്നേ റീലെടുക്കാൻ വരുന്നോ? അടി ഉണ്ടാക്കാതെ. ഇതാണ് മാർഗം കളി. ഒരു മാർഗം ഇല്ലാത്തപ്പോഴുള്ള കളി. പരുന്തംപാറയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അടിപൊളി സൺസെറ്റ് വ്യൂ കണ്ടോ? നൈസ് ആയിട്ടുള്ള ഹോട്ട് സൺ. അതെ, വാവ്, നല്ല ഭംഗിയുണ്ടല്ലേ കോട. ഞങ്ങൾ രാവിലെ തൊട്ട് ഉച്ച വരെ കോടയ്ക്ക് തപ്പിയിട്ട് വൈകിട്ടാണ് കോട വന്നത്. ഞങ്ങൾ 2 ഐശ്വര്യ സ്ക്വയർ. നമ്മളിപ്പോ ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദം കുടിച്ചു കാണിച്ചേ. തണുപ്പത്താണ് ഗൈസ് ഐസ്ക്രീം കഴിക്കുന്നത്. നേഹ, തണുപ്പത്തെ ഐസ്ക്രീം കഴിക്കുന്നത്. അങ്ങനെ എല്ലാരും ചതഞ്ഞെന്ന് പറഞ്ഞ് രാത്രിത്തെ ഫുഡൊക്കെ കഴിക്കാൻ കയറി. ആർക്കും അനങ്ങാനൊന്നും വയ്യ. ഫുഡ് കഴിച്ചിട്ട് റീഫിൽ ചെയ്തിട്ട് വേണം ബസ്സിൽ കിടന്ന് തുള്ളാൻ. നമ്മളെക്കാട്ടിലും മുന്നേ പോയവരാരും എടുത്തിട്ടില്ല. നേരത്തെ നമ്മൾ പഞ്ചലായിട്ടെത്തി. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. ഇനി കുളിച്ച് കഴിഞ്ഞിട്ട് നേരെ ബെഡിലോട്ട് ലാൻഡ് ചെയ്യാനുള്ള ആരോഗ്യം മാത്രമേ ഉള്ളൂ. ബൈ.